തള്ളമാരെ പോലെ ഇങ്ങനെ പതുങ്ങി ഈ അടുക്കള ഭാഗത്ത് കൂടി പോകുന്നതാണ്. എന്റെ അമ്മയുടെ എന്റെ ഭാര്യയുടെ സ്വഭാവം അച്ഛൻ അർജുനാണ്. തീർച്ചയായും ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് അടുക്കള ഭാഗത്ത് കൂടെ വന്നു. പത്രസി, ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പാഞ്ഞു വരും. ഇപ്പോഴും അപ്പോഴും എപ്പോഴും എവിടെയും വെച്ചും ആരെയും വെച്ചും നേപ്പാളിൽ വെച്ചും ഉണ്ടാകട്ടെ. എന്റെ വീട് പള്ളിയിലോട്ടും കാണുന്നില്ല, മേളിലോട്ടും വരുന്നില്ല. അന്നമ്മയുടെ പരിപാടിയെല്ലാം അവളുമായിട്ട് എന്താണ് ഇത്ര വലിയ വിഷയം? ആ കുട്ടിക്ക് സുഖമായി ഇരിക്കുന്നു. പാലയുടെ കുട്ടി അച്ഛന് മനസ്സിലായില്ല പോച്ചു. ഇവിടെ ഉള്ളത് വരുമ്പോള് അത് മോള്, അതാ വ്യത്യാസം. മോളുടെ കാര്യം പറഞ്ഞപ്പോ തവരുടെ ആവിന്റെ തേനല്ലേ അടിക്കണം. ചായ എടുത്തുള്ളോ? ഇപ്പൊ മനസ്സിലായില്ല. ഉലിപ്പൊല്ല് വന്ന ഈ അന്നമ്മ ഇപ്പൊ എലിപ്പൊല്ല് പോയിട്ട് കണ്ടില്ലേ? സന്തോഷമുണ്ടോ അന്നമ്മ? ചൂട് അല്പം കുറവാണെങ്കിലും നല്ല ചായയായിരുന്നു. അന്നമ്മ ഇവിടുത്തെ വെള്ളം കിണറ്റിലെയാണോ അതോ പൈപ്പിലെയാണോ? കുടിച്ചപ്പോ എന്തോ ചെറിയ ചോപ്പ് പോലെ. ഇപ്പൊ മനസ്സിലായില്ലോ ഈ തലയുടെ വൃത്തിയെടുക്കുമോ? ഞാനെന്നല്ല, കർത്താവ് പോലും ഈ നിൽക്കുന്ന തലയോട് പൊറുക്കരുതേ. കർത്താവ് എന്റെ വൈകിട്ട് എരുമ്പലി പോലെ വയസ്സിന് അസുഖമുള്ള എനിക്ക് പിൻവലിച്ച് തന്നല്ലോ ഈ തള്ള. എന്റെ പത്രസ ഞാൻ പോയില്ലെങ്കിൽ ഇവിടെ മുഴുവനും പോകും. ഞാൻ പോട്ടെ പത്രസേ. ഇവിടെ കൊടുത്ത് ഒരു പരിഹാരം കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ടല്ലേ അച്ഛൻ വിളിച്ചു വന്നത്. ഒരു പരിഹാരം കണ്ടാൽ അച്ഛനെ കൊടുത്ത് പോയാൽ മതി. എന്റെ പത്രസേ, ആദ്യമായിട്ട് ഈ തന്നെ ഭക്ഷണം കൊടുത്തങ്ങ് പോലെ എന്റെ ഭാര്യയുടെ സുഖമായിട്ട് ജീവിക്കാൻ. അതുമല്ലെങ്കിൽ ആ കാണുന്ന പൊക്കെ പോയി നീ ചാടി ചാകാം. എനിക്ക്